നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചി ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് 2 യൂണിറ്റ്സ് ആണ്. BHIC 134ൻ്റെ യൂണിറ്റ് 12 ആൻഡ് യൂണിറ്റ് 13. ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ കൂടി ഈ പേപ്പറിൻ്റെ അവസാന യൂണിറ്റ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് നിങ്ങളുടെ ഈ 134ൻ്റെ കംപ്ലീറ്റ് എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ അത് നിങ്ങളുടെ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വായിച്ച് മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഈ 134ൻ്റെ ആദ്യത്തെ ഇതിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നാഷണൽ മൂവ്മെന്റ് യൂണിറ്റി, ഇന്ത്യൻ ആൾക്കാരുടെ ഒരു യൂണിറ്റിയും അതിൻ്റെ കൂടെ ഈ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി വൈസിലുള്ള ഒരു വ്യത്യാസങ്ങൾ മതപരമായിട്ടും നമ്മൾ നേരത്തെ കണ്ടു. അവര് ബംഗാളിൽ ഡിവൈഡ് ചെയ്യാൻ ചെയ്തു ആൾക്കാരെ. ബംഗാളിലുള്ളവരെ മുസ്ലിംസ് ഒരു സൈഡില്, ഹിന്ദുസ് ഒരു സൈഡില്. അപ്പൊ ആ കമ്മ്യൂണിറ്റി ബേസ്ഡ്, റിലീജിയൻ ബേസ്ഡ് സ്പ്രെഡിങ് ചെയ്ത് അതവർ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ബംഗാൾ ഡിവൈഡ് ചെയ്തിരുന്നാൽ കൂടിയും അതിൻ്റെ ഉദ്ദേശം വന്നിട്ട് പരസ്പരം ഹിന്ദു മുസൽമാനായിട്ടിരുന്ന ആ യൂണിറ്റിനെ നശിപ്പിക്കുക. അങ്ങനെയാണ് ആ നാഷണൽ മൂവ്മെന്റ് ടൈമില് ഭയങ്കരമായിട്ട് ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന ആൾക്കാര് മതത്തിന്റെ കാര്യം കൊണ്ട് മതം വെച്ചുകൊണ്ട് അതിനെ മാറ്റി, അവരുടെ യൂണിറ്റിനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റിന് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇവിടെ പിടിക്കാൻ പറ്റും. അതാണ് ആ 19ാം നൂറ്റാണ്ടിൽ എത്രത്തോളം അവര് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഉപയോഗിച്ചത്. ഈ ടെക്നിക്സ് കൊണ്ടാണ് അവസാനം ഹിന്ദു മുസൽമാൻ എന്നുള്ള ലെവലിൽ കൊണ്ടുവരികയും ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം ലീഗ്, ഞങ്ങൾക്ക് പ്രത്യേകതമായ ഒരു കമ്മ്യൂണിറ്റി ഇലക്ട്രൽ കോളേജ് വേണം, ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു സ്റ്റേറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ വേണം എന്നുള്ള ഒരു ഡിമാൻഡ് വയ്ക്കാൻ അവര് തയ്യാറായി. അതായത് മുസ്ലിം ലീഗ്. അതുവരെ മുസൽമാനും ഹിന്ദുസും എല്ലാം ഒരുമിച്ച് ഭാരതം എന്നുള്ളതായിരുന്നു. ഭാരത രാജ്യം, നമ്മുടെ രാജ്യം ഭാരതം എന്നുള്ള ആ അഭിപ്രായത്തിനെ മാറ്റി അവസാന കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്താണ് ഭാരതം ഒരു രാജ്യം, പാകിസ്ഥാൻ ഒരു രാജ്യം എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമ്മുടെ ബംഗാൾ ഡിവിഷൻ ഓഫ് ബംഗാൾ. വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് ബംഗാളും ആക്കി മാറ്റിയപ്പോൾ ആവശ്യമില്ലാണ്ട് മനസ്സിൽ കുത്തിവെച്ചുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇനി ഈ കമ്മ്യൂണലിസം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇത് റിലീജിയസ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണോ, അല്ല റിലീജിയൻ ആണോ, അല്ലെങ്കിൽ മതമാണോ മനുഷ്യന്റെ ഇൻട്രസ്റ്റ്? ഇതാണ് ഇവിടെ ചോദിക്കുന്നത്. മതഭ്രാന്ത് പിടിക്കുന്ന ഒരു കമ്മ്യൂണിസം അല്ലെങ്കിൽ ഒരു ലെവലിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയി എത്തിക്കുക. അവരുടെ ഓരോ മനുഷ്യനും അവൻ്റെതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും, അല്ലെ അവൻ്റെതായ ഒരു വിശ്വാസങ്ങൾ ഉണ്ടാവും. ഈ വിശ്വാസങ്ങളിൽ നിന്നെല്ലാം ഇവരെ മാറ്റി പതുക്കെ മാറ്റിയെടുത്ത് അവർക്ക് ഒരു മതത്തിന് വേണ്ടി മതത്തിൽ എന്ത് പറയുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്നു. സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു റിലീജിയനിൽ, എല്ലാ റിലീജിയനിലും പറഞ്ഞിട്ടുള്ളത് നന്മയോ ചെയ്യുക, നല്ലത് ചെയ്യുക, നല്ലത് പറയുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ആര് നല്ലത് അല്ലെങ്കിൽ എന്ത് നല്ലതെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. നമുക്ക് ശരിയെന്ന് തെറ്റെന്നും തോന്നുന്നതിനെ എടുത്ത് നമ്മൾ ശരിയായിട്ടുള്ള നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അതിനെ വിഭജിച്ച് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം അത് ആക്സെപ്റ്റ് ചെയ്തും അതിനെ നമ്മൾ പ്രായോഗികമാക്കാനും. ഇതിന് 3 ലെവലിലുള്ള പ്രോപ്പഗാൻഡയാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത്. 3 ലെവലില്. ഏതൊക്കെയാ 3 ലെവലിൽ നോക്കുമ്പോൾ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് റിലീജിയസ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ മതത്തിൽ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ മെമ്പേഴ്സ് ആ ഒരു മതത്തിൽ അല്ലെങ്കിൽ ഒരു ജാതിയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആൾക്കാര് അവരുടെ ഇൻട്രസ്റ്റ് എല്ലാം ഒന്നിനൊന്ന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്നാൽ കൂടെയും അവര് ഒരു സ്വയമായിട്ട് ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒറ്റ ഒരു യൂണിറ്റിനെയാണ്.
അതാണ് ഇവിടെ കുറഞ്ഞു കുറഞ്ഞ് വരാൻ പോണത്. അടുത്തതായിട്ട് വരുന്നത് ഇൻട്രസ്റ്റ്. ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണെങ്കിലും അത് നമുക്ക് മാറ്റി എടുക്കാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ട് കൊണ്ടുപോകാം എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരണം. ഈ ഐഡിയകളെ കൊണ്ടുവന്ന് മനസ്സിൽ ദൃഢമാക്കി കൊണ്ടുവന്നാൽ മാത്രമേ ഒരുമിച്ച് എല്ലാവർക്കും പോവാൻ പറ്റുള്ളൂ. ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഇത് ഒരു വ്യാമോഹം എന്ന് പറയാം, അല്ലെങ്കിൽ വ്യത്യാസമായ ഒരു സിസ്റ്റം എന്താന്ന് വെച്ചാല്, ഒരു കമ്മ്യൂണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഒരു മതത്തിന്റെ മാത്രം ഈ കമ്മ്യൂണലിസം അല്ലെങ്കിൽ ഈ മതഭ്രാന്ത് പൊളിറ്റിക്സിലേക്കോ അല്ലെങ്കിൽ പൊളിറ്റിക്സിനെയും മതത്തിനെയും കണക്ട് ചെയ്ത് കൊണ്ടുപോകാം, അങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഒരു പൊളിറ്റിക്സിലും ഒരിടത്തും നമ്മൾക്ക് വിശ്വാസമാണ്. മതം എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസമാണ്. ഹിന്ദുസിന്റെ വിശ്വാസം, മുസൽമാന്റെ വിശ്വാസം, അല്ലെങ്കിൽ ക്രിസ്ത്യന്റെ വിശ്വാസം, അവനവന് ഏത് വിശ്വാസമുണ്ടോ അതിൽ നിങ്ങൾ അതിന്റെ സിദ്ധാന്തങ്ങളിൽ നിങ്ങൾ ജീവിക്കാം, തെറ്റില്ല. ഓക്കെ, അപ്പോ ആ കണക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഓരോരുത്തരുടെയും റിലീജിയൻ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ, മതപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ കൊണ്ടുണ്ടായതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വ്യത്യാസങ്ങളും, എല്ലാ മതത്തിലും നല്ലതുണ്ട് ചീത്തയുണ്ട്. അപ്പൊ എല്ലാ വ്യത്യാസങ്ങളെയും കൂടെ ഒരുമിച്ച് നമ്മൾ കുഴച്ചു കൊണ്ടുവരുമ്പോൾ ഒരു ഒന്നും പരസ്പരം ഉപദ്രവിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ മനുഷ്യനെ ദ്രോഹിക്കാത്ത വിധത്തിൽ ഒരു സൊസൈറ്റി, ഇന്ത്യയിലുള്ള ഈ മുസൽമാനും, ഇന്ത്യയിലുള്ള ക്രിസ്ത്യനും, ഇന്ത്യയിലുള്ള ജൂതനും, ഇന്ത്യയിലുള്ള പാസിയും, ഇന്ത്യയിലുള്ള ഹിന്ദുവും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഇന്ത്യൻ സൊസൈറ്റി ആക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ അഭിപ്രായപ്പെടുന്നത്. ഇനി ഇതില് ഈ കമ്മ്യൂണിസം ഇൻട്രൊഡ്യൂസ് ചെയ്തതില് അവരുടെ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ആംഗ്ലിക്കൻകാരുടെ പോളിസി എന്തായിരുന്നു നോക്കാം. ഇതിൽ എന്താ പറഞ്ഞിട്ടില്ല, അവര് ഉദ്ദേശിച്ചത് വിഭജിച്ചിട്ട് രണ്ടായിട്ട് വിഭജിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആൾക്കാരെ തമ്മിൽ വിഭജിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വിഭജനം ചെയ്യുക എന്നിട്ട് ഭരിക്കുക. അതാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയിൽ കൊണ്ടുവന്നത്. ഈ പോളിസിയുടെ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മള് 1857 റിവോൾട്ട് ടൈമില് കണ്ടു എന്തിനാണ് ഇത് ചെയ്തത്. ആദ്യത്തെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആദ്യത്തെ ഉദ്ദേശം, ഒരു ആൾക്കാരെ, കുറച്ച് സൊസൈറ്റിയിലുള്ളവരെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയാ ആധിപത്യം കൊടുക്കുകയും അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ആവും, പേട്രണേജ് ഡെവലപ്പ് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങളോട്, അല്ലെങ്കിൽ ഇത് കിട്ടുന്ന എവിടെ നിന്ന് കിട്ടുന്നോ അവരോട് ഇവർ കടമപ്പെട്ടിരിക്കും. അപ്പോ രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ ഇന്ത്യയില് ആ കാലഘട്ടത്തിൽ എല്ലാരും ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ള ലെവലില് മുസൽമാനും ഹിന്ദുവും പാസിയും ക്രിസ്ത്യനും എല്ലാ മതത്തിലും ഇന്ത്യ എന്നുള്ള ഇഷ്ടം വരട്ടെ എന്നുള്ള ലെവലില് സാധനങ്ങൾ മേടിക്കാണ്ടിരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു സ്വദേശി മൂവ്മെന്റ് കൂടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അതും ഒരു കാരണമായി. ഇനി അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണൽ വയലൻസ് ആണ്. പല സ്ഥലത്തും ഈസ്റ്റേൺ ബംഗാളിലും പല സ്ഥലത്തും ചെറിയ ചെറിയ വയലൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ അടിപിടി ഉണ്ടായി. ആ അടിപിടിയിൽ കൂടെ എന്താ കാരണം എന്ന് വെച്ചാൽ സ്വദേശി മൂവ്മെന്റ് തന്നെ. അതായത് ഇപ്പോ ഫോറിൻ ക്ലോത്ത്സിനെ ബേൺ ചെയ്ത് അവരുടെ സാധനങ്ങൾ മേടിക്കാണ്ടിരിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെപ്പറ്റി പറഞ്ഞ് അടിപിടി ഉണ്ടാക്കുക, കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ഒരു സ്വദേശി മൂവ്മെന്റിന്റെ തുടക്കവും സ്വദേശി മൂവ്മെന്റ് സ്പ്രെഡിങ്ങും കൂടെ ഈ പാർട്ടീഷൻ ബംഗാൾ പാർട്ടീഷൻ വിഭജിക്കുന്ന സമയത്ത് കാണുന്നു. ഇനി അതിന്റെ പരിണാമമായിട്ട് എന്താ ചോദിക്കുന്നത് വെച്ചാല്, പ്രത്യേകമായിട്ടുള്ള ഇലക്ടറേറ്റ് സെപ്പറേറ്റ് ആയിട്ട്, ഞങ്ങൾ മുസൽമാന്മാരാണ്, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങളുടെ മുസ്ലിംസിന്റെ ആൾക്കാർക്ക് മുസ്ലിം ലീഡറിനെ നിർത്തണം, മുസ്ലിം ഏരിയയിലുള്ളവര് മുസൽമാനെ വോട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ഇലക്ടറേറ്റ് സിസ്റ്റം കൊണ്ടിരിക്കുന്നു ലെജിസ്ലേറ്റീവ് ബോഡീസിൽ 1909. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വോട്ടിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ്.
പിരിച്ചു പോവാണ്. ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അത് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരുമിച്ച് ഒരു റിസൾട്ട് കിട്ടിയേനെ. പക്ഷെ ഇവിടെ ഈ വിത്ത് വിതച്ച പാർട്ടീഷനുള്ള വിത്ത് വിതച്ച മുസൽമാന്റെ മനസ്സിൽ നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് പോകൂ എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞ മനസ്സിലാക്കി കൊടുത്ത് അതിന്റെ റിസൾട്ടിനെ സെപ്പറേറ്റ് ആക്കി വിട്ടു. ഇനി ഇതിന്റെ പരിണാമം ഇമ്പാക്ട് എന്താന്ന് വെച്ചാല് പല വിധത്തിലുള്ള സെപ്പറേറ്റിസം ഉണ്ടായി. ഞാൻ തനിയെ നമ്മൾ പറയാറില്ല, സാധാരണ നമ്മൾ പറയാറുണ്ട് കൂട്ടുകുടുംബത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റും ഉണ്ട്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതേമാതിരി ഇവിടെ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് ഒരു വലിയ കുടുംബമായിട്ട് ഇരിക്കുന്നതിൽ നിന്ന് ഓരോരുത്തരെ വിഭജിച്ച് ഞാൻ മാറി താമസിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാനായി എൻ്റെ കുടുംബമായി മാറി താമസിക്കുന്നു. അതേമാതിരി പാകിസ്ഥാൻ ഞങ്ങളുടെ വലിയ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു രാജ്യത്തിൽ നിന്ന് സെപ്പറേറ്റ് ആവണം എന്നുള്ള ഒരു ഡിമാൻഡ് കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഇതിനെ വന്നിട്ട് എന്താ പറ്റുക വെച്ചാല് ഒരുമിച്ച് നോക്കുമ്പോൾ നാഷണൽ ലെവലിലുള്ള ആക്ടിവിറ്റീസിൽ നോക്കുമ്പോൾ അവരുടെ സ്ട്രെങ്ത് കുറയും, കോൺഗ്രസിന്റെ സ്ട്രെങ്ത് കുറയും. ഇത് മാത്രമല്ല, ഇങ്ങനെ വരുമ്പോൾ പരസ്പരം വിദ്വേഷം ഉണ്ടാവും. അതായത് മുസൽമാന് ഹിന്ദുവിനോട് വിദ്വേഷം, ഹിന്ദുവിന് മുസൽമാനോട് വിദ്വേഷം, അവർക്ക് ക്രിസ്ത്യാനിറ്റിയോട് വിദ്വേഷം, അതേമാതിരി ക്രിസ്ത്യൻസിന് പാഴ്സിയോട് വിദ്വേഷം. ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാല് പരസ്പരം സ്നേഹത്തിന് പകരം വെറുപ്പും വിദ്വേഷവുമാണ് വരുന്നത് ഈ വിധമുള്ള ആക്ടിവിറ്റിയിൽ കൂടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പൊളിറ്റിക്കലായിട്ടുള്ള വരുന്ന ലീഡേഴ്സ് പറയുന്നതൊന്നും അനുസരിക്കാൻ ആ സമയത്ത് അവരുടെ തലയിൽ അത് പറഞ്ഞാൽ കേൾക്കില്ല. അവരുടെ മതഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവസാനം അത് കലാശിക്കൊട്ടില് വന്ന് അവസാനിക്കും. ഇനി ഇവിടെ ലക്നൗ പാക്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഓർഗനൈസേഷൻ ഒന്നുകൂടെ നന്നാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ കോൺഗ്രസും മുസ്ലിം ലീഗും ശരി, നമുക്ക് ഇരുന്ന് സംസാരിച്ച് നമ്മളുടെ അഭിപ്രായങ്ങൾ ഒരു ഡിസ്കഷൻ കൂടെ അതിനെ കൊണ്ട് ഒന്ന് ഒരുമിപ്പിക്കാം, അല്ലെങ്കിൽ ഒന്നൊന്ന് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്ന് നിർത്തിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ലക്നൗ പാക്ട് 1916 കൊണ്ടുവരുന്നത്. ഇവിടെ ഇവര് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് എല്ലാ ലീഡേഴ്സും, മുസൽമാന്റെ ലീഡേഴ്സും ഹിന്ദുസിന്റെ ലീഡേഴ്സും എല്ലാം കൂടെ ഇരുന്ന് ആലോചിച്ച് വിശകലനം ചെയ്ത് വിമർശനം ചെയ്ത് ഒരു അറേഞ്ച്മെന്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ കോൺഗ്രസ് ലീഗൽ സെറ്റിൽമെന്റിൽ ഇവിടെ ഒരു സ്പ്രെഡ് ന്യൂസ് ഇങ്ങനെ വരുന്നത് ഹിന്ദു മുസ്ലിം സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗിനെ ശരിക്കായ മുസൽമാനെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളൊരു തോന്നല്. അപ്പൊ ഈ ലക്നൗ ആക്ടില് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അതില് അവര് മുസ്ലിംസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് അടുത്തതായിട്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ ലീഡറായ ജിന്നയ്ക്കായിരുന്നു നിർബന്ധം സെപ്പറേറ്റ് ആയിട്ട് ഇലക്ടറേറ്റ് വേണം, ഒരുമിച്ചുള്ള ഇലക്ടറേറ്റ് വേണ്ട, ഹിന്ദു മുസൽമാൻ ഒരുമിച്ച് വോട്ട് ചെയ്യണ്ട, മുസൽമാൻക്കൊക്കെ വേറെ ഒരു സെറ്റപ്പ്, അവിടെ മുസ്ലിം കാൻഡിഡേറ്റ് നിൽക്കും, ആ കാൻഡിഡേറ്റിന് എല്ലാ മുസ്ലിംസും ആ കാൻഡിഡേറ്റിന് മാത്രമേ വോട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചില ഐഡിയാസ് ഇനീഷ്യേറ്റീവ് എടുത്തത് മുഴുവനും ജിന്നയാണ്. അപ്പൊ ജിന്ന വിചാരിച്ചു മുസ്ലിംസ് ഞങ്ങളിവിടെ നമ്പർ കുറവാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടുന്ന പ്രാധാന്യം കിട്ടുന്നില്ല, ഹിന്ദുസാനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നുള്ള ഒരു കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഒരു ഭ്രാന്തുമാരി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ചോദിക്കുമ്പോഴത്തേക്കും ജോയിന്റ് ഇലക്ടറേറ്റിൽ അവർ താല്പര്യമില്ല, ഞങ്ങൾക്ക് ജോയിന്റ് ആയിട്ട് പോവാൻ താല്പര്യമില്ല. എന്തുകൊണ്ട് താല്പര്യമില്ല? അവരുടെ ഡിമാൻഡ് എന്തൊക്കെയാന്ന് നോക്കാം. 1/3 റെപ്രസെന്റേഷൻ മുസ്ലിംസിനെ ലെജിസ്ലേച്ചറിലേക്ക് കൊണ്ടുവരണം. ഇതാണ് ആദ്യത്തെ ഡിമാൻഡ്. അതായത് എത്രത്തോളം മെമ്പേഴ്സിന് റെപ്രസെന്റേഷൻ സെൻട്രൽ ലെജിസ്ലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുവോ അതിന്റെ 1/3 ഭാഗം, ഒരു ഭാഗം ഞങ്ങളുടെ ആൾക്കാരായിരിക്കണം. പിന്നെ സിന്ധും ബോംബെയും സെപ്പറേറ്റ് ആയിട്ട് പ്രോവിൻസ് മാതിരി ട്രീറ്റ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ ഡിമാൻഡ്. മൂന്നാമത്തെ ഡിമാൻഡ് എന്ന് വെച്ചാല് ഈ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൽ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പുതിയതായിട്ട് അവിടെയുള്ള എല്ലാ വിഷമങ്ങളെയും മാറ്റണം.
ഈ മുസ്ലിംസിന്റെ റെപ്രസെന്റേഷൻ കൗൺസിലില് ആൾക്കാർ എത്രയുണ്ടോ, പോപ്പുലേഷൻ ബേസ്ഡ് സീറ്റ്, അതായത് ഒരു രാജ്യത്ത് ആ പെർട്ടിക്കുലർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അല്ലെങ്കിൽ ആ കൗൺസിലില് പഞ്ചാബിലും ബംഗാളിലും എത്ര മുസൽമാനുണ്ട്, അപ്പോ എത്ര സീറ്റ്, അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ലെവലില് പോപ്പുലേഷൻ എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സീറ്റ്സ് കൊടുക്കണം എന്നുള്ള ഒരു ഡിമാൻഡും അവർ വെച്ചു. ഇനി ഇതിനെ റിജക്ഷൻ ആവുന്നു, റിസൾട്ട് ആവുന്നു, എന്താ നോക്കാം. ഈ മഹാസഭ, ഹിന്ദു മഹാസഭ കോൺഫറൻസ് പാർലമെന്റ് 1928 ഓൾ പാർട്ടീസ് ടുഗെദർ, എല്ലാ പാർട്ടിയും കൂടെ ഒരുമിച്ച് ഒരു കോൺഫറൻസ് ഉണ്ടാക്കും 1928. ഇതില് ഒരുമിച്ച് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അവർക്ക് മുസ്ലിം ലീഗിനും മഹാസഭയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മറ്റു മതക്കാർക്കും ഒരുമിച്ച് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റാനോ ഒരുമിച്ച് ഒരു അഭിപ്രായം എടുക്കാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പൊ എന്ത് വരും? 1928 ഫെബ്രുവരി 12 ഈ കോൺഫറൻസ് ഡൽഹിയിൽ വെച്ച് നടക്കുന്നു. ഈ ഡൽഹിയിൽ നടക്കുമ്പോൾ 29 ഓർഗനൈസേഷൻ ആണ് വരുന്നത്. ഈ 21 ഓർഗനൈസേഷൻ വരുന്നതും സൈമൺ കമ്മീഷന്റെ മുമ്പിലാണ്. അവർ പറഞ്ഞു ഒരു കമ്മീഷൻ ഉണ്ടാക്കണം. ഈ എല്ലാ പാർട്ടീസും കൂടെ ചേർന്ന് വെച്ചിട്ട് മോത്തിലാൽ നെഹ്റുവിനെ ആ പാർട്ടിയുടെ ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അവരോധിക്കുന്നു. ഇനി നെഹ്റു എന്താ ചെയ്യുന്നത്? നെഹ്റു ഓരോ സ്ഥലത്തും പോയി ഓരോരുത്തരുടെ സ്റ്റേറ്റസ്, ഡൊമിനിയൻ സ്റ്റേറ്റസ് നോക്കുന്നു, എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കുന്നു, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണോ നല്ലത്, അല്ല ബൈ ക്യാമറ ലെജിസ്ലേച്ചർ. ബൈ ക്യാമറ എന്ന് വെച്ചാൽ 2 ഹൗസ്, അതായത് ഒന്ന് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, ഒന്ന് ഹൗസ് ഓഫ് ലോർഡ്, അല്ലെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റും രാജ്യസഭ, ലോക്സഭ. ലോക്സഭയാണ് ഇമ്പോർട്ടന്റ്, കാരണം ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് ആണ് വരുന്നത്. ഇതാണോ വേണ്ടതെന്നുള്ള ലെവലിലെ ഡിസ്കഷൻസ് ആണ് നടക്കുന്നത്. റെക്കമെൻഡേഷൻ നെഹ്റു, ഇതെല്ലാവരും പലയിടത്തും സംസാരങ്ങളും വിമർശനങ്ങളും ഡിബേറ്റും എല്ലാം കഴിയുന്ന സമയത്താണ് ഈ ഇങ്ങനത്തെ 2ആയിട്ട് കൊണ്ടുവരാന്നുള്ള ഒരു ഉദ്ദേശം വയ്ക്കുന്നത്. ഈ ഇതില് 200 മെമ്പേഴ്സ് ഉണ്ട്. 200 മെമ്പേഴ്സിനെ 7 വർഷത്തേക്ക് എലക്ട് ചെയ്തെടുക്കാണ്. ഈ റെപ്രസെന്റേറ്റീവ്സ് 5 പേര്, ആദ്യത്തെ 5 പേര് അല്ലെങ്കിൽ 5 പേര് 5 കൊല്ലത്തേക്ക് പോകും. കണ്ടിന്യൂസ് ആയിട്ട് അവര് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് പോകും. പിന്നെ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ആ മെമ്പർ, അങ്ങേരുടെ അഡ്വൈസ് പ്രകാരമാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഫോം ചെയ്തത്. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കളക്റ്റീവായിട്ട് ഒരുമിച്ച് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും നല്ല ചെയ്താലും നിങ്ങൾ റെസ്പോൺസിബിൾ, അതാണ് അതിന്റെ ഉദ്ദേശം. ഇനി ഫെഡറൽ ഫോം എന്ന് വെച്ചാൽ സ്റ്റേറ്റ്, ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ് വിത്ത് റെസിഡ്യൂർ പവേഴ്സ്. നമ്മൾ കുറച്ച് പവേഴ്സ് സെൻട്രൽ ഗവൺമെന്റിനും കുറച്ച് പവേഴ്സ് സ്റ്റേറ്റ് ഗവൺമെന്റിനും മാറ്റിവരിക, അതാണ് ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്. ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട് പഞ്ചാബിനും ബംഗാളിനും സീറ്റ് റിസർവേഷൻ കൊടുക്കുന്നില്ല. മുസ്ലിം സീറ്റും ഓൺലി മുസ്ലിം പോപ്പുലേഷൻ, എത്ര മുസ്ലിം പോപ്പുലേഷൻ വരണം? 10% ഉണ്ടായിരിക്കണം, എന്നാലേ അവർക്ക് അവിടെ മുസ്ലിം കാൻഡിഡേറ്റിന് ഇലക്ഷനിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ. പിന്നെ ജുഡീഷ്യറി, നിയമത്തിന്റെ എപ്പോഴും എക്സിക്യൂട്ടീവ് ആയിരിക്കണം. അത് ഒരിക്കലും ഒന്നിനെയും ഫേവർ ചെയ്യാൻ പാടില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ മുസ്ലിം റെപ്രസെന്റേഷൻ സെൻട്രലിലും, ഡൽഹിയിലും സെൻട്രലിലും ഗവൺമെന്റിലും വേണം. സിന്ധിനെ ബോംബെയിൽ നിന്ന് മാറ്റി ഒരു ഫൈനാൻഷ്യലി സ്വയമായിട്ട് നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ധനപരമായിട്ട് കിട്ടണം. അത് സെൽഫ് സഫിഷ്യൻസിയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മാസ് കമ്മ്യൂണലിസം പറയുമ്പോൾ 1937 ഈ പോയിന്റ്സ് ജിന്ന 14 പോയിന്റ് ആണ് കൊണ്ടുവരുന്നത്. 14 കൊണ്ടുവരുന്ന പോയിന്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ആദ്യത്തെ പോയിന്റ് പെർമനന്റ് പ്രസിഡന്റ്, പൊളിറ്റിക്കലി ഒരു പെർമനന്റ് പ്രസിഡന്റ്. രണ്ടാമതായിട്ട് നോക്കുമ്പോഴത്തേക്കും മാസീവായിട്ട് ക്യാമ്പയിൻ ചെയ്ത് ഒരു ലീഗിനെ ഉണ്ടാക്കുക. മൂന്നാമതായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാരും കൂടെ കൊണ്ടുവന്ന് അവര് അല്ലെങ്കിൽ ഈ കോൺഗ്രസ് മിനിസ്ട്രീനെ കണ്ടം ചെയ്യാം. ഓക്കെ. നാലാമത് 1940 ലാഹോർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ജിന്ന പുറപ്പെടുവിക്കുന്നത് തന്റെ ആവശ്യം
രണ്ട് നേഷൻ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്നുള്ള ബൈ നേഷൻ തിയറിനെ പ്രസ്താവിക്കുന്നത് 1940. ഈ സമയം കൊണ്ട് ബ്രിട്ടീഷുകാരുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. ലാസ്റ്റ് സ്റ്റേജ് ആയി വരുമ്പോഴത്തേക്കും അവര് മുസ്ലിംസിനെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാണ്. ഈ സമയത്ത് ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യൻസിനും ഒരു സിമ്പത്തറ്റിക് വ്യൂ വരുന്നുണ്ട്. പക്ഷെ ഈ പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യത്തിനെ ഉരുവാക്കി എടുക്കാനുള്ള ഒരു ഡിമാൻഡ് അവർക്കില്ല. എലക്ഷൻ നടത്തുന്നു 1945-46. ഈ എലക്ഷനില് കോൺഗ്രസ് ആണ് കൂടുതലായിട്ട് ജനിക്കുന്നത്, ജയിച്ചു വരുന്നത് കോൺഗ്രസ് ആണ്. അതും മുസ്ലിം കമ്മ്യൂണിറ്റീസ് ഇല്ലാത്ത ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് കോൺഗ്രസ് ജയിച്ചു വരുന്നു. പിന്നെ ക്രിപ്സ് മിഷൻ വരികയാണ്. ഈ ക്രിപ്സ് മിഷൻ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവിടെ വരുന്നത് എന്താന്ന് വെച്ചാല് ഒരു ഹൈ പവേർഡ് ക്യാബിനറ്റ് മിഷൻ. ഇതില് പെത്തിക് ലോറൻസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ, അങ്ങനെ അതിന്റെ പൊസിഷൻ. സ്റ്റാഫോർഡ് ക്രിപ്സ് പ്രസിഡന്റ് ഓഫ് ദ ബോർഡ് ഓഫ് ട്രേഡ്. AV അലക്സാണ്ടർ ഫസ്റ്റ് ലോർഡ് ഓഫ് അഡ്മിറാലിറ്റി, ദാറ്റ് ഈസ് ദ ആർമി നേവി ലെവലിൽ വരുന്നു. അത് അവര് ഇന്ത്യയിലേക്ക് വരികയും ഇവര് ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഒരു ഇന്ത്യനെ മാറ്റി കൊടുക്കാനുള്ള ഒരു തുടക്കം കുറിക്കുകയാണ്. ഇവിടെ ഈ സമയമായപ്പോഴത്തേക്ക് ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള സമയം, ബ്രിട്ടീഷുകാർക്കുള്ള സമയം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മാർച്ചില് അവരിങ്ങനെ എന്തൊക്കെയാ ചെയ്യേണ്ടെന്നുള്ള പ്ലാനിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ക്യാബിനറ്റ് മിഷൻ എന്നുള്ളത് ഒരു ഗ്രൂപ്പ്. ഇവരുടെ ഉദ്ദേശം ക്യാബിനറ്റ് മിഷനെ അറിയിക്കുകയാണ് അവിടെ നിന്ന്, അതായത് ഇംഗ്ലണ്ടിൽ നിന്ന്. അവരെ സഹായിക്കാനായിട്ട് വൈസ്രോയ് ഉണ്ട്. വൈസ്രോയ് ഈ ഡിസ്കഷൻ നടത്തണം, ഇന്ത്യയിലുള്ള ലീഡേഴ്സുമായിട്ട് ഡിസ്കഷൻ നടത്തണം. 1946 ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഇവർക്ക് നിങ്ങൾ ഇത്രയും കാലം ഒരു ഇൻട്രീം ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ ഇടക്കാല ഗവൺമെന്റിനെ ഉണ്ടാക്കണം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞവരെ ഒരു ഇടക്കാല ഗവൺമെന്റ്, ഇൻട്രീം ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇടക്കാല ഗവൺമെന്റ്. ഈ ഇടക്കാല ഗവൺമെന്റ് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്ത് വിധത്തിൽ ഉണ്ടാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോൺ മുസ്ലിം മെജോറിറ്റി ഏത് സ്റ്റേറ്റിലാണോ, 3 വിധത്തിലാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഇന്ത്യനെ ഡിവൈഡ് ചെയ്യുന്നത്. സെക്ഷൻ എ, നോൺ മുസ്ലിം പ്രോവിൻസസ്, അതായത് ഏത് എയില് മുസ്ലിംസ് അല്ലാത്തവരാണ് വരുന്നത്. ബോംബെ, യുണൈറ്റഡ് പ്രോവിൻസ്, ബീഹാർ, സെൻട്രൽ പ്രോവിൻസ്, ഒറീസ, മദ്രാസ്. ഇത് സെക്ഷൻ എയില്. സെക്ഷൻ ബിയില് മുസ്ലിം മെജോറിറ്റി പ്രോവിൻസ് ആണ്. ഇവിടെ മുസ്ലിംസ് ആണ് കൂടുതൽ. ആ പ്രോവിൻസസിലൊക്കെ ആൾക്കാര് മുസ്ലിംസ് ആയിരിക്കും. സിന്ധ്, പഞ്ചാബ്, ആ ഭാഗങ്ങളിൽ മുസ്ലിംസ് ആണ്. ഇത് സെക്ഷൻ ബി. സെക്ഷൻ 3 വരുന്നത്, ഇത് രണ്ടിലും കൂടെ, നോർത്ത് ഈസ്റ്റും ബംഗാളും ആസാമിലും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു സെക്ഷൻ. ഇങ്ങനെയാണ് ആ ക്യാബിനറ്റ് മിഷൻ വന്നിട്ട് ഇന്ത്യയെ വിഭജിച്ച് 3ആക്കി. അതായത് അവരുടെ ആൾക്കാർ ജീവിക്കുന്ന ആൾക്കാരെ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് ABC മാറ്റുക. ഈ ഇൻട്രീം ഗവൺമെന്റ് എന്താ? ഈ ഇൻട്രീം ഗവൺമെന്റ് നമ്മൾ പറയുന്നത്, മിഷൻ പ്രപ്പോസ് ചെയ്തത് ഒരു ഷോർട്ട് ടേം മെഷർ ആണ്. ഈ ഷോർട്ട് ടേം മെഷറില് ഗവൺമെന്റ്, സെൻട്രലിലുള്ള ഗവൺമെന്റ് എല്ലാ പാർട്ടിക്കാർക്കും എൻജോയ് ചെയ്യണം. എല്ലാ ഇന്ത്യൻസിനും ആ പോർട്ട്ഫോളിയോസ് കൊടുക്കുക, അതനുസരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ കോൺഗ്രസും ലീഗും അതൊന്ന്, ഈ പ്ലാനിനെ ഒന്ന് അത്ര കാര്യമായിട്ട് അവർ എടുക്കുന്നില്ല. അതവര് തിരിച്ച് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല. ഇവിടെ അവരെന്താ ചെയ്ത വെച്ചാല്, ദ ലീഗ്, മുസ്ലിം ലീഗ് ഇതിനെ ഒരു ഗ്രൂപ്പിസം മാറ്റി. അതായത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ള ലെവലിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഉദ്ദേശം മുഴുവനും സ്വയമായിട്ട് എലക്ഷൻ നിൽക്കണം. അതായത് എല്ലാ മുസൽമാനും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മുസ്ലിം ഡോമിനേറ്റഡ് സ്റ്റേറ്റ് ഉണ്ടാക്കാം. അല്ലാണ്ട് ഹിന്ദുസിന്റെ കെയർ ഓഫിൽ വേണ്ട, ഭാരതത്തിന്റെ കെയർ ഓഫിൽ വേണ്ട, ഹിന്ദുസിന്റെ കെയർ ഓഫില് അവരുടെ
കുടുംബത്ത് നമ്മൾ ഒരു ആൾക്കാർക്ക് നമുക്ക് പ്രാധാന്യമില്ലാത്ത ഒരു കുടുംബത്തിൽ ഇരിക്കേണ്ട എന്നുള്ള വിധത്തിലുള്ള തോന്നൽ അവരുടെ മനസ്സിൽ വരികയും അവർ നിർബന്ധമായിട്ട് നമുക്ക് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള മുസൽമാൻ ഓറിയന്റഡ് അല്ലെങ്കിൽ മുസ്ലിം മതം, ഇസ്ലാം മതത്തിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ ഒരു കൺട്രി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ് ആക്കി ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കണം എന്നാണ് ലീഗിന്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തിനാണ് ആവശ്യമില്ലാണ്ട് ഈ മനസ്സിൽ വിഷം കുത്തിവെച്ച് ആൾക്കാരുടെ മനസ്സിൽ മതഭ്രാന്ത് കുത്തിവെച്ച് അവരെ പരസ്പരം അടുപ്പിച്ച് അവസാനം ആ അടിയിൽ നിന്ന് അവസാനം വരുന്നത് ഒരു വിഭജനമാണ്. ഇതില് നമ്മൾ കാണുന്നത് ജവഹർലാൽ നെഹ്റു വരുന്നു, അങ്ങേരുടെ കെയർ ഓഫില് ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നു, ക്യാബിനറ്റ് ഉണ്ടാക്കുന്നു. അങ്ങേര് പിന്നെ അടുത്തതായിട്ട് നോക്കും മുഴുവനും എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് 12th ആണ് തീരുന്നത്. ഇനി ഇതില് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കൺഫർമേഷൻ ടൈമിലും ബംഗാളില് അല്ലെങ്കിൽ ഈ ബംഗാളിന്റെ ബ്രിട്ടീഷിന്റെ ഡോമിനേഷൻ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഗാന്ധിജിയുടെ വരവും അങ്ങേരെ വളരെ പവർഫുൾ ആയിട്ടുള്ള മിഷൻസ് കൊണ്ടുവരുന്നതാണ് ക്വിറ്റ് ഇന്ത്യ ക്യാമ്പയിനിൽ. ഇത് സിമിലർ കോൺഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കോൺഫറൻസില് 1945 ഒരു നോട്ടബിൾ ആയിട്ടുള്ള ലീഗ് ലീഡേഴ്സ് അവരോടൊക്കെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ആ ജോയിൻ ചെയ്താൻ പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടാക്കുകയും ആ കൗൺസിൽ മുതൽ വർക്കിംഗ് കമ്മിറ്റി ഉണ്ടാക്കണം. ഒരു ഗ്രൂപ്പിന് വർക്കിംഗ് കമ്മിറ്റി ഉണ്ടാക്കി വേണം നമുക്കത് ചെയ്യാനായിട്ട്. ആ വർക്കിംഗ് കമ്മിറ്റിയിൽ 2/3 വർക്കിംഗ് കമ്മിറ്റി പ്രപ്പോസ് ചെയ്യും. ഒരു വോട്ടിന് പകരം മുസൽമാനും അവരുടെ നോമിനീസും അവരുടെ ഇൻട്രസ്റ്റ് പ്രകാരം അത് കൊണ്ടുവരിക. അതാണ് അവരെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഈ ലേബർ പാർട്ടി വരുന്നത് എവിടെയാ? ബ്രിട്ടീഷിലാണ്. അവിടെ ഇലക്ഷൻ കഴിഞ്ഞ സമയത്താണ് ബ്രിട്ടീഷ് ലേബർ പാർട്ടി പദവിയിലേക്ക് വരുന്നു. അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ, ലേബർ പാർട്ടി ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഇന്ത്യക്ക് ഒരു പവർ തരും, വീറ്റോ പവർ തരും, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. ആ ലേബർ പാർട്ടിയിൽ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ലീഡേഴ്സ് ആണ് ഞാൻ ഈ പറയുന്നത്. ക്ലെമന്റ് അറ്റലി, ബീവൻ, സ്ട്രാഫോർഡ് ഗ്രിപ്സ്, ഹാർഫോർഡ് ലാസ്കി. ഇവര് പോയിട്ട് ഗാന്ധിജി അല്ലെങ്കിൽ നെഹ്റുവിനെ കണ്ട് സംസാരിക്കുന്നു. VK കൃഷ്ണമേനോനും ഉണ്ട്. അപ്പൊ VK കൃഷ്ണമേനോട് സംസാരിച്ചിട്ട് ഒരു ഗവൺമെന്റിന്റെ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മാതൃകയിൽ തന്നെ ഇന്ത്യയിലും ഒന്ന് ചെയ്യാം. ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കിയെടുക്കണം. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ കൊണ്ടുവരുന്നത് എന്താ? യൂണിവേഴ്സൽ സഫറേജ്. യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ള ആ മീനിങ്ങിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലേബർ പാർട്ടി വന്ന ശേഷം വൈസ്രോയ്, അറ്റ്ലി ആണ് ഗവൺമെന്റ്, അല്ലെങ്കിൽ അറ്റ്ലി ഗവൺമെന്റ്, ലേബർ പാർട്ടി ഗവൺമെന്റ് വൈസ്രോയോട് പറയും, ഇതെന്തെങ്കിലും ഒരു എലക്ഷനെ പറ്റി, ഇന്ത്യയിലെ എലക്ഷൻ എന്തിനു വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ ആണ്? ലെജിസ്ലേച്ചർ ഉണ്ടാക്കാനുള്ള എലക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ 1945-46 21 ഓഗസ്റ്റ് 21 1945 ഈ വൈസ്രോയി അനൗൺസ്മെന്റ് കൊടുക്കുന്നു, ഇങ്ങനെ ഒരു എലക്ഷൻ നടത്താൻ പോവാണ്. ആ എലക്ഷനിൽ കൂടി ജയിക്കുന്നവരായിരിക്കും ഏർലി ആയിട്ട് ഇവിടെ ഇന്ത്യൻ സെൽഫ് ഗവൺമെന്റ് വെച്ചാൽ സ്വന്തം ഗവൺമെന്റ്, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക. 1945 പെട്ടെന്ന് എത്രയും നേരത്തെ തന്നെ നമ്മൾക്കൊരു സെൽഫ് ഗവൺമെന്റ് ഉണ്ടാക്കണം. ആ സെൽഫ് ഗവൺമെന്റിൽ കൂടി സെക്യൂരിറ്റി, നമ്മുടെ ഈ കൗൺസിൽ ഉണ്ടാക്കുക. ഈ കൗൺസിലില് ആരൊക്കെയായിരിക്കും വരേണ്ടത്? നോമിനീസ് ആയിട്ട് വരേണ്ടത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എലക്ഷൻസ് നടത്തുന്നു. 1945-46 എലക്ഷൻ നടക്കുകയാണ്. വിന്റർ ആണ് സമയം. ഈ വിന്റർ എലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ലീഗിനും ഒരു വിധത്തിലുള്ള സക്സസ് ഉണ്ട്. അവരുടെ ലീഗിന്റെ, മുസ്ലിം ലീഗിന്റെ പെർസെന്റേജ്, പോളിംഗ് ബൂത്തിലുള്ള പെർസെന്റേജ് 86% 6% മുസ്ലിം വോട്ടാണ്. എല്ലാ മുസ്ലിം സീറ്റ്സും, അതായത് എല്ലാ മുസ്ലിം ലീഡേഴ്സ് നിന്നിട്ടുള്ള ആ അസംബ്ലിയിൽ അവർ ജയിക്കുന്നു. ഇത് കൂടാണ്ട് 1442 സീറ്റ്സ് ആണ് അവർ പിടിച്ചെടുക്കുന്നത്. അതിൽ നിന്ന് 509 മുസ്ലിം സീറ്റ്സിൽ. ഇനി
അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഈ മുസ്ലിം മെജോറിറ്റി പ്രോവിൻസസിൽ അവർക്ക് പിന്നെയും അവരുടെ ഉദ്ദേശം മുഴുവനും ഒരു വലുതായിട്ടുള്ള ഒരു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇസ്ലാം മതത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രാജ്യം, അത് പാകിസ്ഥാൻ, അത് വേണം. അതാണ് അവരുടെ ഡിമാൻഡ്. ഈ ഡിമാൻഡ് മുസ്ലിം മെജോറിറ്റീസിൽ ഡിമാൻഡ് ഇവർക്ക് ഈ ഡിമാൻഡ് ഇതല്ലാണ്ട് ഞങ്ങൾ വേറൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഈ ക്യാബിനറ്റ് മിഷനിൽ നമ്മൾ നേരത്തെ കണ്ടമാര് തന്നെ ക്യാബിനറ്റ് മിഷനിൽ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു. അവർ നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയാം നമ്മൾ പീസ്ഫുൾ ആയിട്ട്, വളരെ പീസ്ഫുൾ ആയിട്ട് വേണം ഈ അതായത് ട്രാൻസ്ഫറിങ് ഇന്ത്യനെ അവരുടെ സ്വന്തം റൂളിലേക്ക് മാറ്റുന്നത് വളരെ സ്ലോ ആയിട്ട് വേണം എന്നുള്ളതാണ്. ട്രാൻസ്ഫർ ഓഫ് ഇവിടെ ഇന്ത്യയിൽ വളരെ സമാധാനപരമായിട്ട് പോകണം എന്നുള്ളതാണ് ഉദ്ദേശം. ഈ ഉദ്ദേശം വന്ന ശേഷം ഈ ഇൻട്രീം ഗവൺമെന്റ് വന്നു. ഇൻട്രീം ഗവൺമെന്റിന് വേണ്ടിയിട്ട് അവര് 1946 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു 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 ഭരണഘടന ഉണ്ടാക്കണം. ഈ ഭരണഘടന ഉണ്ടാക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ ലോങ് ഡ്യൂറേഷനിലും ഡെലിബറേഷൻസ് കൊണ്ടുവന്നിട്ട് മുസ്ലിം ഗവൺമെന്റിന്റെയും അതേമാതിരി മറ്റേ ഗവൺമെന്റിന്റെയും ഒരുമിച്ചുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരിക? ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരുന്നത് സെൽഫ് ഡിറ്റർമിനേഷൻ ആണ്. നമ്മളുടേതായ ഒരു സോവർണിറ്റി വേണം. ഇന്ത്യയിലുള്ള ആൾക്കാർക്കുള്ള അവരുടെ സ്വാതന്ത്ര്യം വേണം, റൈറ്റ്സ്, അവരുടെ സ്വാതന്ത്ര്യം വേണം. ബ്രിട്ടീഷിന്റെ ഇമ്പീരിയൽ പ്രാക്ടീസ് ഒന്നും പിന്നെ കൊണ്ടുവരാൻ പാടില്ല. അതേമാതിരി അവർക്ക് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, ബ്രിട്ടീഷിന് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നതും. അതേമാതിരി എല്ലാവരും ഈ സാധാരണ ലോയിൽ ഒരുമിച്ചുള്ളവരായിരിക്കണം. ഇവിടെ ബ്രിട്ടീഷ് സബ്ജക്ട്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആൾക്കാർക്ക് ഒരു വിധത്തിലുള്ള തലയിടലും പാടില്ല. ഇത് പതുക്കെ ഈ ബ്രിട്ടീഷ് സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ കോൺഗ്രസ് ഇതിനെ 1920 അഡോപ്റ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ ഉദ്ദേശം, കോൺഗ്രസിന്റെ ഉദ്ദേശം സ്വരാജ്, നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം, അല്ലെങ്കിൽ നമ്മളെ ആരും ഭരിക്കാൻ വരണ്ട, കൊളോണിയൽ റൂളിംഗ് വേണ്ട, നമുക്ക് ഇവിടെ സ്വന്തമായിട്ടുള്ള ഒരു റൂൾ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഈ ഉദ്ദേശം കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഇനി ഇത് ഡ്രാഫ്റ്റ് ചെയ്യാണ്. ആരൊക്കെയാണ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെയാണ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്? 1928 ഒരു കമ്മീഷൻ, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ അല്ലെങ്കിൽ സൈമൺ കമ്മീഷൻ വന്നു. ആ സൈമൺ കമ്മീഷന്റെ അഭിപ്രായത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ നിശ്ചയത്തോടുകൂടി ഒരു ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സും കൂടെ ചേർന്നിരുന്ന് ആണ് ഈ കമ്മീഷൻ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യണം. ഡ്രാഫ്റ്റിംഗ് ചെയ്തു വരുമ്പോൾ അതായത് ഒരു ഭരണഘടന എന്നാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറയുക. അത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി 1928 അവിടെ നേരത്തെ പാർട്ടി കോൺഗ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അതിന്റെ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഉണ്ടായിരുന്നത് മോത്തിലാൽ നെഹ്റു ആയിരുന്നു. അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ ഫാദർ മോത്തിലാൽ നെഹ്റു ആണ് ഡ്രാഫ്റ്റ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം ഉണ്ടാക്കിയത് 1928. പക്ഷെ നെഹ്റു കമ്മിറ്റി പിന്നെയും ഒന്നുകൂടെ ഇതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യും. അത് ശരിയാകാത്തത് കൊണ്ട് അതിന് തിരിച്ച് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കോൺഗ്രസും സ്വരാജ് പാർട്ടിന്റെയും ഇൻവോൾവ്മെന്റ് ആണ്. 1934 കോൺഗ്രസ് തിരിച്ചു വന്ന് സ്വരാജ് പാർട്ടി ഒന്നുകൂടെ ഉണ്ടാക്കുകയും അതിനെപ്പറ്റി തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എങ്ങനെയായിരിക്കണം എല്ലാ സെക്ഷനിൽ നിന്നുള്ള ഇന്ത്യൻ ജനതയിലുള്ള എല്ലാ സെക്ഷനിൽ നിന്നുള്ളവരായിരിക്കണം റെപ്രസെന്റേറ്റീവ്സ്. അപ്പോൾ നാട്ടിൽ ഇന്ത്യയിലുള്ള മാക്സിമം റെപ്രസെന്റേഷൻ, ആൾക്കാരുടെ റെപ്രസെന്റേഷൻ കൊണ്ടുവരണം. പിന്നെ ഈ ഫ്രെയിമില്, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമില് പ്രിൻസിപ്പിൾസ് സെൽഫായിട്ട് നമ്മൾ നിൽക്കാനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതാണ് മുഖ്യം. നമ്മളുടെ സെൽഫായിട്ട് സ്വന്തമായിട്ട് നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കാം, നമ്മളുടെ സ്വന്തം ഗവൺമെന്റ് ഉണ്ടാക്കുക, നമ്മൾ സ്വന്തമായിട്ട് ഭരിക്കുക, സ്വന്തമായിട്ട് ആൾക്കാർ ഇൻവോൾവ് ആകുക. അത് പൊളിറ്റിക്സിലും എല്ലാ ആൾക്കാരെയും ഇൻവോൾവ് ചെയ്യിച്ചിട്ട് ആ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക. അങ്ങനെയാണ് 1935 നമ്മൾ നേരത്തെ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. അതായത് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും വെച്ചിട്ടുണ്ട്. ഇതൊന്നും അത്രയും കാര്യമായിട്ട് ആ കാലഘട്ടത്തിൽ വന്നിരുന്നില്ല.
1936 ലക്നോ സെഷനിലും ഇതേ തന്നെ കോൺഗ്രസ് ഡിമാൻഡ് വെക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തും സാറ്റിസ്ഫൈ ആകാൻ പറ്റിയില്ല. കാരണം അതിൽ ഈ പുറത്തുനിന്നുള്ളവരുടെ തലയിടൽ വേണ്ട എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. പിന്നെ 1935 ഇതിനെ ഒന്ന് മാറ്റി തിരിച്ചിട്ട് നമ്മളുടെ സോവർണിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാരുടെ പ്രാധാന്യം അതിനെയൊക്കെ കൊടുത്ത് അതിന് വേണ്ട ആൾക്കാർക്ക് വേണ്ട അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ അവരുടെ ആഗ്രഹങ്ങൾക്കും റെക്കഗ്നേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിക്കാൻ നിൽക്കണം. ആ സ്വീകരിച്ച് വന്നാൽ മാത്രമേ ഇതിന് ബെനിഫിറ്റ് വരാൻ പോകുന്നുള്ളൂ. ഇതാണ് ആ സമയത്തുള്ള കോൺഗ്രസിന്റെ ഉദ്ദേശം. നമ്മളുടെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് നമ്മൾ ഒരു പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫ്യൂച്ചർ, നമ്മളുടെ നാട് നാളെ കഷ്ടപ്പെടാൻ പാടില്ല, സ്വയം പര്യാപ്തത കണ്ടുപിടിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് സ്വരാജ് പാർട്ടി പറയുന്നത്. ഈ പ്രപ്പോസൽ ക്രിപ്സിന്റെ പ്രപ്പോസൽ വരികയാണ്. ക്രിപ്സിന്റെ പ്രപ്പോസലിൽ പറയുന്നത് എന്താ വെച്ചാല്, വൈസ്രോയ് 1940 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ചുമതലകൾ എന്താണ്, ഇന്ത്യൻസിന്റെ ചുമതലകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് വേണം പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യയുടെ ആൾക്കാരുടെ, ഇന്ത്യൻ ജനതയുടെ അവരെ തന്നെ ആയിരിക്കണം. അതാണ് പുള്ളി ഈ ക്രിപ്സ് മിഷനിൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ജനതയായിരിക്കണം ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടുള്ളത്. അതേമാതിരി ഇവർ എന്തിനു വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന വാർ ടൈമാണിത്. ഈ വാർ ടൈമിൽ നടക്കുന്ന വാർ ടൈം 42 വാർ ടൈമാണ്. അപ്പോൾ ഈ മിഷൻ ഒരു പ്രപ്പോസ് ചെയ്തു, ഒരു അസംബ്ലി ഉണ്ടാക്കാം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കാം. ഈ വാർ തീർന്ന ശേഷം ഒരു അസംബ്ലി ഉണ്ടാക്കി അതിൽ ഇന്ത്യൻ ആൾക്കാരെ കയറ്റി അവരുടെ ഗവൺമെന്റിനെ തന്നെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് ഈ പ്രപ്പോസൽ. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ ഫോർമേഷൻ എങ്ങനെയാ? 1946 മാർച്ചില് ഇത് വന്നു, ക്യാബിനറ്റ് മിഷൻ വന്നു. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് അവർക്ക് ചെയ്യേണ്ടത്, അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാക്കിയെടുക്കുക. ഈ ഭരണഘടനയിൽ കൂടെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കണം. അതെല്ലാവർക്കും സ്വീകാര്യമാകുന്ന വിധത്തിൽ കൊണ്ടുവരണം. അങ്ങനെയാണ് ക്യാബിനറ്റ് മിഷൻ 1946 ഒരു അസംബ്ലിയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നു. അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. അത് ആരുണ്ടാക്കണം? ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റിയുടെ പേരാണ് അഡ്വൈസറി കമ്മിറ്റി. ഈ അഡ്വൈസറി കമ്മിറ്റിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ ഇന്ത്യക്കാരുടെയും മൈനോറിറ്റി ഗ്രൂപ്പ് ആയാലും ശരി, മെജോറിറ്റി ഗ്രൂപ്പ് ആയാലും ശരി, എല്ലാവരെയും നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്ന ജനസമൂഹം എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരാം. മൈനോറിറ്റി ഉണ്ടാവാം, ട്രൈബൽ എന്ന് വെച്ചാൽ ആദിവാസികൾ ഉണ്ടാവാം. അങ്ങനെ പല സ്ഥലത്തും പല ഘടകങ്ങളിൽ കിടക്കുന്നവരെല്ലാരും കൂടെ ഒരുമിച്ച് ഒരു കൊടക്കീഴിൽ എല്ലാവരും ഇന്ത്യൻ ജനതയാണ് എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് ആണ് കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും കിട്ടേണ്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഒരു ജനമായിട്ട് ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ടമെന്റൽ റൈറ്റ് വരണം. പ്രൊട്ടക്ഷൻ ചെയ്യണം. മൈനോറിറ്റി ഗ്രൂപ്പിലുള്ളവരെ വിട്ടുകളയാണ്ട് പ്രൊട്ടക്ഷൻ ചെയ്യണം. ആ സമയത്ത് നമുക്ക് ഇവിടെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഗ്രൂപ്പ് ഉണ്ട്. അത് മൈനോറിറ്റിയാണ്. കാരണം ആംഗ്ലിക്കൻസ്, ഇത് ലേറ്റർ ഓൺ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മളുടെ ഭരണഘടനയിൽ ആംഗ്ലോ ഇന്ത്യൻസ് ബ്രിട്ടീഷുകാരായിട്ട് ഇന്ത്യൻ ജനതയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച് വളർന്ന കുട്ടികൾ, ബ്രിട്ടീഷുകാരുടെ പിൻഗാമികൾ എന്ന് വേണം പറയാം. അവരെ ആംഗ്ലോ ഇന്ത്യൻ മൈനോറിറ്റി, അവർക്ക് ഒരു സെപ്പറേറ്റ് സീറ്റ് കൊടുക്കുക. ഇതൊക്കെ ഒരു ഏരിയ. അതേമാതിരി ട്രൈബൽ ആയിട്ടുള്ളവര്, ആദിവാസികള്, എക്സ്ക്ലൂഡഡ് ഏരിയസിലുള്ളത്, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണ് അസംബ്ലി. അഡ്വൈസറി കമ്മിറ്റിന്റെ അഡ്വൈസറി ചെയർമാൻ ആയിട്ട് വരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ആ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രാധാന്യം ഇവിടെ ഇതുകൊണ്ടാണ് നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ത്യൻ ചരിത്രത്തിൽ കാണുന്നത്. അതിന്റെ കഴിഞ്ഞ ശേഷം ആദ്യം ഒരു വലിയ കമ്മിറ്റി ഉണ്ടാക്കി, അതിനുശേഷം ചെറിയ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു. ഈ ചെറിയ സബ് കമ്മിറ്റീസിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഒരു പ്രയാമ്പിൾ, മുഖവര, ഈ ഒബ്ജക്റ്റീവ്സ്, ഈ എന്തൊക്കെയാണോ റെസൊല്യൂഷൻസ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമ്മളുടെ
ഭരണഘടനയുടെ ആദ്യ കാലഘട്ടത്തിൽ ആമുഖത്തിൽ പ്രയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രയാമ്പിളിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ ഇന്ത്യ ഒരു സോവറിൻ റിപ്പബ്ലിക് ആണ്. ഇതെല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞു വരുന്നു. സോഷ്യൽ ജസ്റ്റിസ്, ഇക്വാളിറ്റി, ഫ്രീഡം, ഇതൊക്കെ അതിൽ വരുന്നുണ്ട് ഈ ആമുഖത്തിൽ. ഇത് മാത്രമല്ല, ഇവിടെ പറയുന്ന ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഐഡിയാസ് വേണ്ട വിധത്തിലുള്ള അവർക്ക് സേഫ് ഗാർഡ്, അവർക്ക് വേണ്ട ഏത് മൈനോറിറ്റി ഗ്രൂപ്പ് ആയാലും ശരി, ട്രൈബൽ ഗ്രൂപ്പ് ആയാലും ശരി, ബാക്ക്വേർഡ് ആയാലും ശരി, അല്ല സാമൂഹ്യമായിട്ടോ സാമ്പത്തികമായിട്ടോ ഡിപ്രസ്ഡ് ആയിട്ടുള്ളവരായാലും ശരി, കുറവുള്ളവരായാലും ശരി, അവർക്ക് ഈ ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ളവരായാലും ശരി, അവർക്ക് വേണ്ട വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടണം. ആ കിട്ടാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മളുടെ അസംബ്ലിയിൽ, നമ്മുടെ ഭരണഘടനയിൽ വിവരിച്ചിട്ടുണ്ട്. അതാണ് ഭരണഘടന അത്രയും റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മള് റിപ്പബ്ലിക് ഡേ അത്രയും കാര്യമായിട്ട് വരുന്നത് ആ ഭരണഘടന സ്ഥാപിതമായതുകൊണ്ടാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാവുന്നത് ഫീച്ചേഴ്സ്. ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല്, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ഈ അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രിഫേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് വെച്ചാൽ പ്രായമായ ഒരാള്, അയാൾക്ക് കിട്ടുന്ന വോട്ടിംഗ് സിസ്റ്റം, വോട്ട് സ്വയം പ്രായമായ ആദ്യ കാലഘട്ടങ്ങളിൽ 21 വയസ്സ് കഴിഞ്ഞാലാണ് വോട്ടിംഗ് പവർ കിട്ടുക. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് വിശ്വാസിയായാലും എവിടത്തെ ആൾക്കാരും 21 വയസ്സ് കഴിയണം ഈ വോട്ടിങ്ങിന് പോവാൻ. പക്ഷെ ലേറ്റർ ഓൺ അത് 18 ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. ഇത് മാറ്റി എടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഈ അസംബ്ലിയില് വോട്ട് ചെയ്ത് എന്റെ സ്വാതന്ത്ര്യം വോട്ടിനെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എനിക്ക് ആവശ്യമുള്ള പാർട്ടിക്ക് വോട്ട് കൊടുക്കുക. ഇതിന് അസംബ്ലി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ക്യാബിനറ്റ് മിഷൻ വന്നു. 1946 ഒരു പ്ലാൻ കൊണ്ടുവന്നു. പുതിയതായിട്ടുള്ള അസംബ്ലീസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് 1935 ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. സിഖുകാർക്കും മുസ്ലിംകാർക്കും അവരുടെ റെസ്പെക്റ്റീവ് പോപ്പുലേഷൻ അനുസരിച്ച് ഡെലിഗേഷനുള്ള അധികാരവും കൊടുക്കുന്നു. ഇനി ലീഗിന്റെ വിഡ്രോയൽ, ഇവർക്ക് ഈ പ്ലാൻസ് ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ലീഗ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വിഭജിച്ചു പോകുന്നു. അപ്പൊ സോവറിൻ സ്റ്റേറ്റ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും കോൺഗ്രസ് പെട്ടെന്ന് അത് തിരിച്ചു വലിക്കുന്നു. റെപ്രസെന്റേറ്റീവ്സ് ഇല്ല. അപ്പൊ മുസ്ലിം ലീഗ് ജോയിൻ ചെയ്യില്ല. അപ്പൊ അവര് പറയും ഞങ്ങൾ വിഡ്രോ ചെയ്യുന്നു ആഫ്റ്റർ ദ പാർട്ടീഷൻ. ഓക്കെ, സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയമാണിത്. ആ വേൾഡ് വാർ ടൈമിലാണ് ബ്രിട്ടീഷില് റിയലൈസ് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇങ്ങനെ വരുന്നു. ഇതിനു ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബ്രിട്ടനിൽ കൊണ്ടുവരികയും, അപ്പോൾ ഇവിടെ ബ്രിട്ടീഷിന്റെ സ്ലോ പ്രോസസ്സ് അസംബ്ലി സെറ്റപ്പ് ചെയ്തു, ക്യാബിനറ്റ് മിഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന് അഡൽട്ട് ഫ്രാഞ്ചൈസ് കൊണ്ടുവന്നു. ഓരോ പ്രൊവിൻഷ്യൽ അസംബ്ലികളിലും ഇതൊക്കെ എലക്ഷനൊക്കെ നടത്താൻ തുടങ്ങി. എലക്ഷൻ നടത്തി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കി. റെപ്രസെന്റേറ്റീവ്സിന്റെ അവരുടെ ഒപ്പീനിയനും അവരുടെ ഐഡിയാസും എടുത്ത് വേണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ. അപ്പൊ ഇന്ത്യയിലെ പല വിധത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ഇതൊക്കെ നോക്കണമല്ലോ. ഈ അസംബ്ലിയിൽ അല്ലെങ്കിൽ ഈ പ്രപ്പോസല്, ക്യാബിനറ്റ് മിഷൻ കൊണ്ടുവന്ന പ്രപ്പോസല് എല്ലാ മെമ്പേഴ്സ് കോൺഗ്രസിലുള്ളവരും മുസ്ലിമിലുള്ളവരും അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോ ക്യാബിനറ്റ് മിഷന്റെ 1946 എലക്ഷൻ ഉണ്ടാക്കി. ഫസ്റ്റ് ടൈമായിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് വേണ്ടി ഒരു എലക്ഷൻ ഉണ്ടാക്കി. ആ എലക്ഷന് ശേഷം ഓരോ പ്രോവിൻസിലും അസംബ്ലി ഉണ്ടാക്കി. സിംഗിൾ ആയിട്ട് ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. അതായത് ഒരാള് വോട്ട് ചെയ്ത് അതിനെ പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് ഏത് സ്ഥലത്താണോ റെപ്രസെന്റേഷൻ കൂടുതൽ വരുന്നത്, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്നാണ് അതിന് പറയുന്നത്. അതായത് ആൾക്കാരുടെ പ്രസൻസ് എത്ര പ്രപ്പോർഷൻ ഉണ്ടോ അത്രയും റെപ്രസെന്റേഷൻ കിട്ടും. എത്ര ആൾക്കാരുണ്ടോ അത്രയും സീറ്റ് കിട്ടും അസംബ്ലിയിൽ. അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ, ഇനി ഗ്രൂപ്പ് ക്ലാഷ് ഉണ്ടാവുന്നു. ഈ അസംബ്ലി ടോട്ടൽ മെമ്പർഷിപ്പിന്റെ അകത്ത് തന്നെ 389 പേരിൽ 292 പേര് റെപ്രസെന്റേറ്റീവ്സ് പല സ്റ്റേറ്റിൽ നിന്ന് വന്നവര്. 93 പേര് പ്രിൻസ്ലി ക്ലാസ്. ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരുണ്ട്, ചെറിയ രാജാക്കന്മാരുണ്ട്. അത് നമ്മൾ ഇന്ത്യ ഫ്രീ ആയതിനു ശേഷം നമ്മൾ രാജാക്കന്മാർക്ക് അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു
പണം കൊടുത്തോണ്ടിരുന്നു. ദാറ്റ് ഈസ് കോൾഡ് പ്രിവി പേഴ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ പാർട്ടികളിലായിട്ടുള്ള പലരും ഇതിൽ അസംബ്ലിയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഈ മെമ്പർഷിപ്പ് കൂർഗിലുള്ളവരും ബ്രിട്ടീഷ് ബലൂചിസ്ഥാനുള്ളവരും എല്ലാവരും ഉണ്ട്, 99 പേര്. ഇനി ഇതിന്റെ കൂടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ കോൺഗ്രസിനും മുസ്ലിം ലീഗും. അങ്ങനെ വന്ന അഭിപ്രായ വ്യത്യാസമാണ് ഈ ഗ്രൂപ്പ് ക്ലാഷിലായിട്ട് വരിക. ഗ്രൂപ്പ് ക്ലാഷിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ക്ലാഷിനെ ഒന്ന് ഒതുക്കി മാറ്റണം. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് തലയിടും. എന്നിട്ട് ലീഡേഴ്സിനെ വിളിച്ച് സംസാരിക്കുകയും അപ്പൊ സംസാരിക്കുന്ന സമയത്തിൽ മുസ്ലിം ലീഗ് പറയുന്നതും ശരിയാണ് എന്നുള്ള ഒരു അഭിപ്രായം ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയുമ്പോൾ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തരത്തിൽ നിന്ന് 1946 ഡിസംബർ 6 അവര് ഈ അവര് പറയുന്നതും, അതായത് മുസ്ലിം ലീഗ് പറയുന്നതും ശരിയാണ്, ശരിവെച്ചു കൊടുത്തു ഗവൺമെന്റ്, അത് ബ്രിട്ടീഷ് ഗവൺമെന്റ്. അങ്ങനെ അവസാനം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ ആൾക്കാരോട് പറയാണ്, ശരി സാരമില്ല, നമുക്ക് 2 സ്റ്റേറ്റ് ആയിട്ട് മാറ്റാം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 2 സ്റ്റേറ്റ് ആയിട്ട് മാറ്റാം. ഒന്നാമത്തെ കാര്യം, ഈ അവരുടെ ഡിമാൻഡിനെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് അതിന്റെ ഉദ്ദേശം. ഈ ഡിസംബർ 9 46 മുസ്ലിം ലീഗ് ഇത് ബോയ്ക്കോട്ട് ചെയ്യാണ് മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ്. പിന്നെ രണ്ടാമത്തെ മീറ്റിംഗ് അത് അങ്ങനെ തന്നെ നടന്നു പോകുന്നു. പിന്നെയാണ് അത് വരുന്നത്. ഈ ഒരു കാരണവശാലും അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസം, ഈ ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പ്രൊവിൻഷ്യൽ സ്റ്റേറ്റിലും നിന്ന് വരുന്നവര് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇലക്ഷൻ നടത്തി പ്രൊവിൻഷ്യൽ സ്റ്റേറ്റിൽ ഗവൺമെന്റിലേക്ക് കൊണ്ടുവന്നത്. ഇതില് കോൺഗ്രസ്സുകാര് ക്യാബിനറ്റ് മിഷൻ വെച്ച ഒരു പ്രപ്പോസല് അഡൽട്ട് ഫ്രാഞ്ചൈസിനെ എലക്ഷൻ നടത്താൻ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, സമ്മതിക്കുന്നു. ഓക്കെ, ശരി. അത് കഴിഞ്ഞ ശേഷം അഡൽട്ട് ഫ്രാഞ്ചൈസ് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ഒപ്പീനിയൻ ആൾക്കാരുടെയും, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും റിലീജിയസ് കമ്മ്യൂണിറ്റിയുടെയും ആരൊക്കെ എന്തൊക്കെ അഭിപ്രായമുണ്ടോ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിനുശേഷം ഓസ്റ്റിന്റെ ആ സമയത്തുള്ള വൈസ്രോയ് പറയുന്ന അനുസരിച്ച് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ക്വസ്റ്റ്യൻ ചോദിക്കാൻ്റെ അത്രത്തോളം കംപ്ലീറ്റ് വിശ്വാസത്തോടെ കോൺഗ്രസ് ഒരു സോഷ്യൽ ഐഡിയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൊണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ്, ഏത് വിധേനയും നമ്മൾക്ക് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ നമുക്ക് സ്വയം പര്യാപ്തത കിട്ടാനുള്ള ഒരു മാർഗമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ആ ഇന്ത്യൻ കോൺഗ്രസ് ആ സമയത്ത് എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കുന്നത് കാരണം, അല്ലെങ്കിൽ അവിടെ ഈ കണ്ടിന്യൂറ്റി ഓഫ് ബ്രിട്ടീഷിന്റെ ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. അവർ ഇന്ത്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നിരന്തരമായിട്ട് നടന്നു പോകും. ഇന്ത്യ സ്വതന്ത്രമാകാൻ ചാൻസസ് കുറവായി പോകുന്ന ഒരു തോന്നൽ വരുന്നുണ്ട്. ആ തോന്നൽ കൊണ്ടാണ് ഇങ്ങനത്തെ അൺക്വസ്റ്റ്യനബിൾ ബിലീഫിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുകയും അവര് പറയുന്നതനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കോൺഗ്രസ് നിർബന്ധിതരായി ആപ്പോണ്. ഇവിടെ വരുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെമോക്രാറ്റിക് പോളിസിയാണ്. ഇന്ത്യ വിശ്വസിക്കുന്നത് ഡെമോക്രാറ്റിക് പോളിസിയിലാണ്. അപ്പൊ എല്ലാ മൈനോറിറ്റീസിനെയും റെപ്രസെന്റേഷൻ കൊടുത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൊണ്ടാക്കണം. അതിനുശേഷം ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് ഐഡിയോളജിയിൽ നമ്മൾ കൊണ്ടുവരുന്നത് 3 റിലീജിയൻ അല്ലെങ്കിൽ 3 മതം. ഒന്ന് സിഖുമാരുടെ മതം, മുസ്ലിമിന്റെ മതം, അല്ലെങ്കിൽ ഹിന്ദുസിന്റെ മതം. ഈ ഹിന്ദുസിൽ തന്നെ ഏതെങ്കിലും ആംഗ്ലോ ഇന്ത്യൻസ് ആയാലും വിരോധമില്ല, പാസി ആയാലും വിരോധമില്ല, ആരായാലും വിരോധമില്ല. അവരെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഇവർക്കൊക്കെ നമ്മൾ റെപ്രസെന്റേഷൻ കൊടുക്കാനുള്ള ഒപ്പീനിയനാണ് ഈ അസംബ്ലിയിൽ പറയുന്നത്. അവിടെയാണ് ഡെലിബറേറ്റ് ആയിട്ട് പോളിസി കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ ശേഷം ഇവരെല്ലാരെയും നമ്മൾ മേജറായിട്ട് കോൺഗ്രസിലേക്ക് സമന്വയം ചെയ്യിച്ച് കൊണ്ടുവരികയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 3 പാർട്ടിയുണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ദ കോൺഗ്രസ് പാർട്ടി ഉണ്ട്, പിന്നെ ഒരു ഇൻട്രീം ഗവൺമെന്റിന്റെ ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിൽ മെറ്റിക്കുലസ് ആയിട്ട്, അതായത് വളരെ സൂക്ഷ്മമായിട്ട് ആണ് ഡോക്ടർ അംബേദ്കർ ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും പുള്ളി 2 വർഷം ഈ ഇതിനെപ്പറ്റി ഡ്രാഫ്റ്റ് ചെയ്ത് പിന്നെയും കറക്ഷൻ ചെയ്ത് അതുകൊണ്ടാണ് BR അംബേദ്കർ
ദലിത് ഗ്രൂപ്പിൽ ഇരുന്ന ചെയർമാൻ അല്ല, ആ താഴ്മ ജാതിയിൽ ജനിച്ച ആളായിട്ട് കൂടിയും ചെയർമാൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് എത്രത്തോളം ശ്രമിക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരേ വിധത്തിൽ അല്ലെങ്കിൽ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിച്ചിട്ടാണ് BR അംബേദ്കർ 2 കൊല്ലം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് 2 years കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 47 നമ്മൾ ഫ്രീ ആയില്ലെങ്കിലും ഫ്രീഡം ആയാലും ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കമ്മീഷൻ ചെയ്യുമ്പോഴും, അതായത് 50ലാണ് നമ്മൾ റിപ്പബ്ലിക് ആവുന്നത്. അപ്പൊ അതിന് ആ 2 years ആണ് ഇവിടെ അംബേദ്കറിന്റെ വർക്ക് നടക്കുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട്. ഇനോഗ്രൽ ഫംഗ്ഷൻ വെക്കുകയാണ്. ആ 9-ാം തീയതി ഡിസംബർ 9, 1946 ഒരു അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നടക്കുന്നു. ഇതിൽ കൂടെ 296 മെമ്പേഴ്സും വരുന്നു. അതിൽ 207 മെമ്പേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അവർ മുസ്ലിം ലീഗ് മെമ്പേഴ്സ് ആബ്സെന്റ് ആയിരുന്നു. പക്ഷെ എന്നിട്ട് അവർ ഇതില് വരാണ്ട് അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്ത് പോവുകയാണ്. നേരത്തെ പറഞ്ഞ മാതിരി ബാക്കിയുള്ള മെമ്പേഴ്സ് അവസാനം ബാക്കിയുള്ള മെമ്പേഴ്സ് 10-ാം തീയതി ഡിസംബർ 10-ാം തീയതി 1946 ഇലക്ഷൻ കമ്മീഷൻ പെർമനന്റ് മെമ്പർ ആക്കിയിട്ടും, അല്ലെങ്കിൽ 11th ഡിസംബർ 46 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഒരു പെർമനന്റ് ചെയർമാൻ ആക്കി ഇതിനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാണ്. ഒരു പ്രസ്താവന, റെസൊല്യൂഷൻ പ്രസ്താവന അസംബ്ലിയുടെ ചെയർമാനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് ഇലക്ടഡ് ചെയർമാൻ, പെർമനന്റ് ആയിട്ടുള്ള ചെയർമാൻ ആണെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ കൂടെ 13-ാം തീയതി ഡിസംബർ 13-ാം തീയതി ജവഹർലാൽ നെഹ്റു ആണ് ഈ റെസൊല്യൂഷൻ വായിക്കുന്നത്, അല്ലെങ്കിൽ ഈ റെസൊല്യൂഷൻ എന്താണ് ഉള്ളത് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി റെസൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു. അതിൽ കൂടെ നമ്മൾ കമ്മിറ്റീസ്, ഈ റെസൊല്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും കമ്മിറ്റികളുണ്ട്. ആദ്യത്തെ കമ്മിറ്റിയായിട്ട് ജവഹർലാൽ നെഹ്റു 9 മെമ്പേഴ്സ് കൂടെ ചേർന്ന് ഒരു യൂണിയൻ പവർ കമ്മിറ്റി. രണ്ടാമത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ്. ഇവിടെ 54 മെമ്പേഴ്സും സർദാർ വല്ലഭായ് പട്ടേൽ അതിന്റെ ചെയർപേഴ്സൺ. മൂന്നാമത്തെ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. അതിൽ വരുന്നത് 3 പേരാണ്. ഡോക്ടർ KM മുൻഷി ചെയർമാനായിട്ടും ഗോപാലസ്വാമി അയ്യങ്കാറും ഭാഗവൻ ദാസും അടുത്ത അസിസ്റ്റൻസ് ആയിട്ടും. നാലാമത്തെ പ്രൊവിഷൻ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് 25 മെമ്പേഴ്സ് ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. അങ്ങനെ കമ്മിറ്റികൾ വന്ന് 15 കമ്മിറ്റിയും വരുന്നു. ചെയർമാൻ ആകുന്നു ഡോക്ടർ അംബേദ്കർ. അതിനുശേഷം അഡ്വൈസറി വരുന്നു. അതേസമയം തന്നെ ഈ അഡ്വൈസറി കമ്മിറ്റിയുടെ മെമ്പർഷിപ്പിലാണ് നമ്മൾ ഈ പൈലറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഡ്രാഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവരികയും അതിനെ നമ്മൾ റെസൊല്യൂഷൻസിലേക്ക് കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്നു. ഡ്രാഫ്റ്റ് കമ്മിറ്റി പബ്ലിഷ് ചെയ്യുന്നത് 1948 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കൂടെ 17-ാം തീയതി അത് കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് അസംബ്ലി 14-ാം തീയതി നവംബറിൽ ഡ്രാഫ്റ്റ് ചെയ്ത് തേർഡ് റീഡിംഗ്, ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്ത് 26-ാം തീയതി നവംബർ 49 സിഗ്നേച്ചറിന് പോകുന്നു. അത് കഴിഞ്ഞ ശേഷം ജനുവരി 26-ാം തീയതിയാണ് 1950 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വരുന്നത്, ഇന്ത്യൻ പ്രാബല്യത്തിൽ വരുന്നത്. ഇഷ്യൂ ഇതില് നമ്മൾ നോക്കുന്നത് കൊളോണിയൽ പവറിന്റെ മാറ്റം, എത്രത്തോളം നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഇതിലുണ്ട്, എത്രത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്, സെൻട്രലൈസ്ഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെയൊക്കെ ഇമ്പാക്റ്റ് ആണ് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള എലൈറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സിവിൽ സർവീസിന്റെ വ്യത്യാസങ്ങൾ കാണുന്നത്. ഈ പോളിസികളൊക്കെ എന്ത് ചെയ്തതിന് ശേഷം പോളിസികൾ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് നമ്മൾ എടുത്തു, ഒരു യുദ്ധത്തിൽ നമ്മൾ നിൽക്കുന്നതിനുള്ള ആ സ്റ്റാൻഡ് നമ്മൾ എടുത്തു. വളരെതായിട്ടുള്ള ഐഡിയാസും നമ്മളുടെ വാല്യൂസും ഒക്കെ നമ്മൾ പറയുന്നു. ഈ നമ്മൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് മുഴുവനും നമ്മളുടെ സോവർണിറ്റി, ജനറൽ സിവിൽ ലിബർട്ടീസ് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോയി നമ്മളുടെ പോസ്റ്റ് കോളനി അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഫ്രീഡം കിട്ടിയ ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത്, ട്രാൻസ്ഫർ ഇന്ത്യനെ പതുക്കെ മാറ്റി നമ്മളുടെ ഇന്ത്യൻ ലെവലിലേക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുകയാണ് ഈ ട്രാൻസ്ഫർ ഓഫ് പവറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പോപ്പുലർ സോവർണിറ്റി, സെക്യുലറിസം, ഡെമോക്രസി, പാർലമെന്റേറിയനിസം, ഇതാണ് 1947 15-ാം തീയതി ഇന്ത്യ ആയിട്ട് വരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ ഇന്ത്യ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. നന്ദി, നമസ്കാരം.